ഗുഡ് മോർണിംഗ് മനുഷ്യ. ഗുഡ് മോർണിംഗ്. എഴുന്നേൽക്ക്, വാ സുബേസ്കരിക്കാം. എന്നിട്ട് പിന്നെ ഒന്നുകൂടി കിടക്കാം. 8 മണിക്ക് മദ്രസ ഉള്ളു. ബാ മദ്രസ കൊണ്ടേ. ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പൊ ഇപ്പൊ സമയം എന്ന് പറയുന്നത് ഫ്രണ്ട്സ് നോക്ക് ഫ്രണ്ട്സ് 6 മണിയാവാനായിട്ട് ഫ്രണ്ട്സ് നമ്മൾ സുബഹ് നിസ്കരിക്കാൻ പോവുകയാണ്. പിന്നെ ഇന്ന് എന്താണ് സെക്കൻഡ് സാറ്റർഡേ ആണ്. അപ്പോൾ സെക്കൻഡ് സാറ്റർഡേ ആണ്. അപ്പോൾ എനിക്ക് 8 മണിക്കാണ് ഫ്രണ്ട്സ് മദ്രസ. അപ്പോൾ ആദ്യം നമുക്ക് സുബഹ് നിസ്കരിക്കണം ഫ്രണ്ട്സ്. എന്നിട്ട് നമുക്ക് കുറച്ചും കൂടി ഉറങ്ങിയിട്ട് നമുക്ക് എണീക്കും. നമുക്ക് പോയിട്ട് ബ്രഷ് ചെയ്തിട്ട് സുബഹ് നിസ്കരിക്കാൻ പോകാം. അപ്പോൾ ഫ്രണ്ട്സ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഫ്രണ്ട്സ്. ഇനി നമുക്ക് നേരെ പോയിട്ട് 2 മണിക്കൂർ 1 മണിക്കൂർ നമുക്ക് ഉറങ്ങാം ഫ്രണ്ട്സ്. കമ്പോൺ ഞാനിപ്പോൾ തന്നെ ഉറങ്ങാൻ പോകും. നമുക്ക് ഉറങ്ങാം. അപ്പൊ ബൈ, കുറച്ചേരം കേട്ട് കാണാം. Much later. ഇതാ ഇപ്പൊ ഞാൻ എണീച്ച ഫ്രണ്ട്സ്. ഇപ്പൊ സമയം എന്ന് പറയുന്നത് 7:40 ഫ്രണ്ട്സ്. നമുക്ക് 8 മണിക്ക് മദ്രസ ഉണ്ട്. എന്നിട്ട് നമുക്ക് മദ്രസ പോയി വന്നിട്ട് കാണാം. ഇതാ ഞാൻ മദ്രസ ഒക്കെ കഴിഞ്ഞപ്പോ വീട്ടിലെത്തി ഫ്രണ്ട്സ്. ഇപ്പൊ 10 മണിയായി. എനിക്ക് 8 മണിക്ക് 10 മണിയായിരുന്നു ഫ്രണ്ട്സ് എനിക്ക് മദ്രസ പറയുന്നത്. ഇന്ന് നമുക്ക് സ്കൂളില്ല, അതുകൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്, കുറെ കാര്യങ്ങൾ ചെയ്യാണ്ട്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഡ്രസ്സ് മാറ്റി നമുക്ക് ചായ കുടിക്കാൻ പോകും. ഇതാ ഇനി നമ്മള് ചായ കുടിക്കാൻ പോകുന്നത്. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിലാണ് നമ്മൾ. എന്താണ് സ്പെഷ്യൽ ഉള്ളത്? പുട്ടുണ്ട്, പിന്നെ ചിക്കൻ കറി ഉണ്ട്, ബീഫ് അൽഫാം ഉണ്ട്, ചായയുണ്ട്, കട്ടനുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. പിന്നെ വെള്ളമുണ്ട് ഫ്രണ്ട്സ്. അവിടെ കണ്ടോ, ഇതിലൂടെ വെള്ളം കണ്ടോ? പക്ഷെ എല്ലാം ഉണ്ട്. നമുക്കിനി കഴിക്കാം. ഇനി കഴിക്കാൻ മാത്രം ബാക്കിയുള്ളൂ. അപ്പൊ നമുക്ക് കഴിച്ചിട്ട് കാണാം ഫ്രണ്ട്സ്. ഇനി വിൻഷ അപ്പുറത്തേക്കുന്നു, അപ്പച്ചി വാരി കൊടുക്കുന്നു. ഇതാണ് ഫ്രണ്ട്സ് ഇവിടെ നടക്കണ സംഭവങ്ങൾ എന്ന് പറയുന്നത്. അതെ, പ്ലേറ്റ് ഒക്കെ ഇവിടെ ഇങ്ങനെ ആക്കി വെക്കെങ്കിലും ഇപ്പച്ചി വാരി കൊടുക്കും ഫ്രണ്ട്സ് അവസാനം. അതെ, അപ്പളെ കൈ റെഡി ആവുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, സംഭവം സെറ്റ് ആവുമല്ലോ. അപ്പൊ നമ്മൾ സീറ്റ് മാറുന്നു, നിമിഷിന്റെ ചായ അങ്ങോട്ട് കൊടുക്കുന്നു, പ്ലേറ്റ് മാറ്റിയിട്ട് അങ്ങോട്ട് വെക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ കഴിക്കൽ നിമിഷിന്റെ മുമ്പിൽ ആ പ്ലേറ്റ് ഇങ്ങനെ ഉണ്ടാവുന്നേ ഉള്ളൂ. അതവിടെ ഇങ്ങനെ വെക്കും. ഷോക്ക് വേണ്ടി ഭക്ഷണം എന്താ സുഖം. ഇത് ഫ്രണ്ട്സിന് അറിയാത്ത ഒരു പ്രത്യേക സംഭവമാണ്. അതെ ഫ്രണ്ട്സ്, ഇതുവരെ റിവീൽ ചെയ്യാത്ത. അതെ, മിഞ്ചന്റെ ഫുഡ് റിവീൽ നമ്മൾ ചെയ്തിരിക്കുകയാണ്. അവഞ്ഞ് കഴിച്ചിട്ടാണ്. അങ്ങനെയുണ്ടെങ്കിൽ ആൾക്കാർ എന്ത് ചെയ്യണം? അതെ, ഇങ്ങനെയുള്ള കുട്ടികൾ കമന്റ് ചെയ്യാ. ഉപ്പാര് വാരി തരുന്ന കുട്ടികള്, ഉമ്മമാരപ്പാര് വാരി തരുന്ന മിഞ്ചനെ പോലത്തെ കുട്ടികളുണ്ടെങ്കിൽ കമന്റ് ചെയ്യാ. ഇവിടെ എന്തെങ്കിലും വെയിറ്റ് ചെയ്താൽ ഫ്രണ്ട്സ്, നമ്മൾക്ക് ഒരു കൊറിയർ വരാണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഏകദേശം 1 മാസമായി ഫ്രണ്ട്സ് അതിന് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. ഒരു കിടുക്കാച്ചി സാധനമാണ്. എത്ര ദിവസമായി ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വരും കാത്തുനിന്ന് ഏകദേശം ഇപ്പം 1 മാസമായി ഫ്രണ്ട്സ്. അപ്പോൾ ഇപ്പോൾ വരും ഫ്രണ്ട്സ്. ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ വരും. ഫോണൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വരും ഫ്രണ്ട്സ്. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ കുറേ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചു, എൻ്റെ കുറേ ഡീറ്റെയിൽസ് കമൻറ്റ് ചോദിച്ചിരുന്നു. അപ്പോൾ അതിനുള്ള കുറച്ച് ആൻസേഴ്സ് ആണ് ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എൻ്റെ പേര് മിൻഷൻ. ഞാൻ 6th പഠിക്കുന്നത് ഫ്രണ്ട്സ്.
ഞാൻ പഠിക്കുന്നത് നസ്രത്ത് സ്കൂളിലാണ്, മഞ്ചേരിയിൽ തന്നെയാണ് ഞാനുള്ളത്, മലപ്പുറം. പിന്നെ എൻ്റെ വലിയ കാക്കാൻ്റെ എന്ന് വെച്ചാൽ എൻ്റെ എൽഡർ ബ്രദർ നമ്മുടെ വീഡിയോയിലൊക്കെ കൂടുതലുള്ള ആളാണ്, ഷാനിക്കാണ്. കോളേജിലാണ്, ബിടെക് ആണ് ഫ്രണ്ട്സ്, ഫസ്റ്റ് ഇയർ. പിന്നെ നമ്മുടെ യങ്ങർ ബ്രദർ നടുവിലുള്ള ആളാണ് ഫ്രണ്ട്സ്. ഞങ്ങൾ മൂന്നാൾക്കാരാണ്. നടുവിലുള്ള ആള് 10th-ലാണ്. എൻ്റെ ഒപ്പം എല്ലാം നസ്രത്തിൽ തന്നെയാണ് ഫ്രണ്ട്സ് പഠിക്കുന്നത്. ഫാദർ ബിസിനസ് മാൻ ആണ്, പിന്നെ മദർ ഹൗസ് വൈഫ് ആണ് ഫ്രണ്ട്സ്. അപ്പൊ ഇതാണ് എൻ്റെ ഇൻഫോർമേഷൻ കാര്യം, എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ. അപ്പൊ ഇത്ര തന്നെയുള്ള ഫ്രണ്ട്സ്. നമ്മുടെ കൊറിയർ വരുന്നുണ്ട്, നമുക്ക് പോയൊക്കെ ഫ്രണ്ട്സ്. ഇതാണ് നമ്മുടെ കൊറിയർ വന്ന. താങ്ക് യു. കണ്ടോ ഫ്രണ്ട്സ്, നമ്മൾ അല്ലം തന്നെ പെയ്ഡ് ചെയ്തതാണ്, അതുകൊണ്ടാണ് നമുക്ക് തന്നാണ്. അപ്പം തന്നെ ചേട്ടൻ പോയി ഫ്രണ്ട്സ്. അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 1765 ആണ് ഫ്രണ്ട്സ്. കണ്ടോ, ഇനി നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഞാനൊരു മാസമായി ഫ്രണ്ട്സ്, ഐ ആം സോ എക്സൈറ്റഡ്. അപ്പൊ നമുക്ക് അൺബോക്സ് ചെയ്യാം ഫ്രണ്ട്സ്. അപ്പൊ നമ്മുടെ അമേരിക്കയിൽ സ്നോഫോൾ ആയിട്ടാണ് ഫ്രണ്ട്സ് ഇത് ലേറ്റ് ആയത്. ഇത് ശരിക്കും ഫ്രണ്ട്സ് 2-ാം തീയതി വരേണ്ടതാണ്, ജനുവരിയിൽ. പക്ഷേ നമുക്ക് കിട്ടിയില്ല ഫ്രണ്ട്സ്, അതിന് തന്നെ ഞാൻ ഇതാണ്. അപ്പൊ നമുക്ക് ഇനി തുറന്നു നോക്കാം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഫ്രണ്ട്സ്. ഇത് ഇവിടെയാണെന്ന് തോന്നുന്നത്. ഒന്നോ ഓ മൈ ഗോഡ് ഫ്രണ്ട്സ്, നമ്മൾ കുറെ കാലയിൽ ഒരു അൺബോക്സിംഗ് ചെയ്തിട്ട്. യെസ്, അപ്പൊ ഇഷാൻക്ക് എന്താണ് പറയാന്ന് എന്ത് പറയുന്നു, പക്ഷെ ശരിയായില്ല. എന്നോട് പറയേ. ഈ ഒരു സംഭവം ഇഷ്ടല്ലേ? ഈ സംഭവം പറഞ്ഞ ബബിൾ റാപ്പ് ഫ്രണ്ട്സ് ഉദ്ദേശിച്ചത്. അതെ ഫ്രണ്ട്സ്, ഞാനിത് ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ്. പൊട്ടുന്നില്ല. നമുക്ക് അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ചെയ്യാം ഫ്രണ്ട്സ്. കാണില്ല, ഇപ്പൊ തന്നെ കാണില്ല. നോക്കല്ലേ, ഒരു മിനിറ്റ് നോക്കല്ലേന്ന് എങ്ങോട്ട് നോക്കണ്? അതാ കൊണ്ടുപോയി നമ്മുടെ അൺബോക്സ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. നമുക്ക് തുറന്നേക്കാം. യെസ്, റെഡി 1 2 3 സ്റ്റാർട്ട്. ഇതാണ് നമ്മുടെ സാധനം ഫ്രണ്ട്സ്. ഇത് എന്റെ കയ്യിൽ ഇതിന്റെ പാർട്ട് 1 ഉണ്ട് ഫ്രണ്ട്സ്. നമ്മുടെ ആന്റി ക്വാറി സ്റ്റിക്കർ ബുക്കിന്റെ പാർട്ട് 3 ആണ് ഫ്രണ്ട്സ്. എനിക്ക് പാർട്ട് 2 ഉണ്ട്, അത് ഞാൻ വാങ്ങിയിട്ടില്ല, അത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇതാണ് അവിടെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഫ്രണ്ട്സ്. കാണും, പർപ്പിൾ ആയിട്ട് നല്ല ഭംഗിയുണ്ട് ഫ്രണ്ട്സ്. കാണാൻ ഫ്രണ്ട്സ്, ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ. കണ്ടോ ഫ്രണ്ട്സ്, ഇവിടെ കുറെ കുറെ കണ്ണ്, പിന്നെ ഒരു അങ്ങനെ കുറെ കാര്യങ്ങൾ ഫ്രണ്ട്സ്. അപ്പൊ ഇനി നമുക്ക് തുറന്നാക്കാം ഫ്രണ്ട്സ്. ഞാൻ സ്റ്റാർട്ട്. ഓക്കെ, സ്റ്റാർട്ട്, സ്റ്റോപ്പ്, തുറങ്ങാം. ഇത് മൊത്തം നമ്മുടെ സ്പ്രിംഗ് സീസൺ പോലെ സ്പ്രിംഗ് സീസൺ പോലെ ഫ്രണ്ട്സ്. കണ്ടോ എന്റെ മോനെ ഫ്രണ്ട്സ്, പൊളി. ഇനി നമുക്ക് വേറെ കണ്ടോ ഫ്രണ്ട്സ്, ഇത് ഇതിന്റെ ഓരോ ഇങ്ങനെ കാറ്റഗറി. എന്റെ മോനെ ഫ്രണ്ട്സ്, കിട്ടോ ഫ്രണ്ട്സ്. ഞാൻ എത്ര കാലേറിയത് പൂച്ച. പിന്നെ നമുക്ക് ബാഗ് ഫ്രണ്ട്സ്, കയ്യ്. നമുക്ക് വേറെ എന്താ നോക്കാം. ഇത് ഫ്രണ്ട്സ്, ഇത് ഇതിന്റെ ഓരോ ഇടയിൽ ഇങ്ങനെ അങ്ങനെ കുറെ ഉണ്ട് ഫ്രണ്ട്സ്. ഇതിൽ കണ്ടോ, നിങ്ങൾ കണ്ടോളൂ ഫ്രണ്ട്സ്, കണ്ടോളൂ. ഇതാണ് ഇതിന്റെ ഫ്രണ്ട് എന്ന് പറയുന്നത്. കണ്ടോ, നല്ല ഭംഗിയുണ്ട് ഫ്രണ്ട്സ്. ഇനി ഇതിന്റെ ബാക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിന്റെ ബാക്ക്. ഇവിടെ ഇമാജിനേറിയം എന്നാണ്. ഞാൻ മെയിൻ കാര്യം പറഞ്ഞാൽ മതി. ഇത് ആന്റിക്വാറി സ്റ്റിക്കർ ബുക്കിന്റെ പാർട്ട് 3 ആണ്, ഇമാജിനേറിയം. ഓ, ഇവിടെ ഫ്രണ്ട്സ് നോക്ക്, ഇവിടെ ഒരാള് ബബിൾ റാപ്പ് ഓടിക്കാൻ തുടങ്ങി ഫ്രണ്ട്സ്. ഇതിന്റെ നോക്ക്. ഓ ഫ്രണ്ട്സ്, ഇതിനുള്ളിലൊരു കണ്ണുണ്ട് ഫ്രണ്ട്സ്. ഇതാ ഫ്രണ്ട്സ്, നമ്മുടെ ഇമാജിനേറിയം പറയാൻ തുടങ്ങുന്നു. കണ്ടോ, ആദ്യം തന്നെ ഭയങ്കര ഇത് സുഗുണേട്ടൻ ഫ്രണ്ട്സ്. വേറൊന്നും എന്നോട് ചോദിക്കല്ലേ ഫ്രണ്ട്സ്. കണ്ടോ, ഓ മൈ ഗോഡ്. ഓ ഇതൊക്കെ അങ്ങനെ കുറെ കിടിലൻ സ്റ്റിക്കേഴ്സ് ഉണ്ട് ഫ്രണ്ട്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് സ്ക്രാപ്പിംഗ് തുടങ്ങാം ഫ്രണ്ട്സ്. അപ്പൊ ഇതാണ് നമ്മുടെ പുതിയ വന്ന നമ്മുടെ സ്റ്റിക്കർ ബുക്ക്. ഇമാജിനറി ആണ്. ഇവർക്ക് 3 സെറ്റ് ഉണ്ട്. ഇതവിടുത്തെ ഏറ്റവും പുതിയ സെറ്റാണ്. കുറേ സ്റ്റിക്കർ ഉണ്ട് ഫ്രണ്ട്സ്. ഞാൻ 2 മിനിറ്റ് ഇരുന്ന് നോക്കിക്ക് ഫ്രണ്ട്സ്, പറിച്ച് ഫ്രണ്ട്സ്. പിന്നെ ഞാനിതാ ഇതേപോലെ ഈ സ്റ്റിക്കർ ടൈപ്പ് സ്റ്റിക്കർ അല്ല, ഞാൻ പിന്നെ ഇങ്ങനത്തെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കുറേ ഉണ്ടാക്കും ഫ്രണ്ട്സ്. ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത് എടുത്തതാണ് ഫ്രണ്ട്സ്. ഇതേപോലത്തെ പേജ് ഉണ്ടാവും, അതിന് ഞാൻ നമ്മുടെ കത്തിരി കൊണ്ട് കട്ട് ചെയ്തുണ്ടാക്കുന്നതാണ് ഇത് മൊത്തം ഫ്രണ്ട്സ്. അപ്പോൾ ഇതാ ഇനി നമ്മൾ പ്രിന്റ് ചെയ്യാൻ പോവാ ഫ്രണ്ട്സ്. നമ്മുടെ പപ്പ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചാൻസ് തന്നു, അത് നമ്മൾ ചെയ്തു. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. കിട്ടി, കണ്ട ഫ്രണ്ട്സ്, ഇതാ ഫ്രണ്ട്സ് മൊത്തം കിട്ടി. നല്ല ഭംഗിയുണ്ട്. പിന്നെ ഞാൻ ചെയ്ത കുറച്ച്
കുറച്ച് ജേർണൽ കാര്യങ്ങൾ സ്ക്രാപ്പിംഗ് അങ്ങനത്തെ കുറച്ച് കാണിച്ചു തരാം ഫ്രണ്ട്സ്. ഇത് ഇതാണ് നമ്മുടെ ഇത് നമ്മുടെ സ്ക്രാപ്പ് ബുക്കിന്റെ വീഡിയോ ഒക്കെ എടുത്തപ്പോൾ എടുത്താണ് ഫ്രണ്ട്സ്. എനിക്ക് വേറെ ബുക്ക് ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ അതിപ്പോൾ നിർത്തിയപ്പോൾ ഇതിലാണ് ചെയ്യുന്നത്. ആ നേരം ഞാൻ ഫ്രണ്ട്സ് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട്സ് ഇതാണുള്ളത്. ഇതൊരു വിച്ച് അങ്ങനത്തെ ഒരു തീമാണ് ഫ്രണ്ട്സ്. പിന്നെ ഇത് നമ്മുടെ പഴയതാണ് ഫ്രണ്ട്സ്, നമ്മൾ മുന്നേ ചെയ്തതാണ്. പിന്നെ ഞാൻ പുതിയതായിട്ട് ചെയ്ത ഈ ഒരു പർപ്പിൾ ഫ്രണ്ട്സ്, ഇതൊക്കെ ഞാൻ നമ്മുടെ പ്രിന്റ് ചെയ്ത് പേപ്പർ കൊണ്ട് ഞാൻ കട്ട് ചെയ്തൊക്കെ എടുത്താണ് ഫ്രണ്ട്സ്. പിന്നെ ലാസ്റ്റ് ആയിട്ട് ഫ്രണ്ട്സ് കണ്ടോ, ഇതാണുള്ളത്. ഇതൊരു പിങ്ക് ആണ് ഫ്രണ്ട്സ്. അപ്പൊ ഇത്രയേ ഉള്ളൂ, ഞാൻ ഇത്ര കാര്യങ്ങളാണ് ചെയ്തത്. വേറെ ഒന്നുമില്ല ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് എന്റെ കുറച്ച് സാധനങ്ങൾ ഫ്രണ്ട്സ്. അപ്പൊ എല്ലാവർക്കും അറിയുന്നതാണ്, നമ്മൾ എല്ലാ ഡേ ഇൻ മൈ ലൈഫിലും നമ്മുടെ ഉച്ചയാവും നമ്മൾ കുറെ ബിരിയാണി കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ മന്തി കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ സ്പെഷ്യൽ ആക്കിയ ഫ്രണ്ട്സ് നാടൻ ഭക്ഷണം ഫ്രണ്ട്സ്. എനിക്ക് എല്ലാത്തിനും കാട്ടി ഇഷ്ടം നാടനാണ്. ആദ്യം തന്നെ നമുക്കുള്ളത് നമ്മുടെ മെയിൻ താരമായി കൂന്തൽ ചേട്ടനുണ്ട്, പിന്നെ നമ്മുടെ പച്ചക്കറി ഏട്ടനുണ്ട്, പിന്നെ നമ്മുടെ തൈര് മുളക് കൊണ്ടാട്ടം, പിന്നെ നമ്മുടെ താളിച്ച കറിയുണ്ട്, പിന്നെ ഇതിന് പറയാ തൈര്, ഇത് കണ്ണിമാങ്ങ അച്ചാറ്, പിന്നെ ഇത് മുരിങ്ങന്റെ ഇല തോരൻ ഇട്ടതാണ് ഫ്രണ്ട്സ്. അത് പപ്പടമൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ ഇത്രയുള്ളൂ നമ്മുടെ സാധനങ്ങൾ എന്ന് പറയും. ഇത്രയല്ല ഫ്രണ്ട്സ്, ഇത്ര ഉണ്ടല്ലോ എന്റെ അമ്മ. ചോറ് ഞാൻ വന്ന് പറയണോ? അല്ല, ചോറുണ്ട്. പിന്നെ വെള്ളം ഉണ്ടാക്കാം. അപ്പൊ പിന്നെന്താ, പിന്നെ വായുണ്ട്. നമുക്ക് കഴിക്കാം. മിൻഷക്ക് നല്ല ചോറ് കൊടുക്കാം. മിൻഷ ഇതിലും ഇപ്പൊ വരുത്തേണ്ടി വരില്ലേ? എന്താ പിന്നെ വെറുതെ എന്റെ പ്ലേറ്റ് ഒക്കെ ഇടുന്നത്? വെറുതെ മിൻചന്റെ പ്ലേറ്റ് ഒക്കെ എന്തിനാ ഫ്രണ്ട്സ്? ഇത് ശരിക്കും മിൻചക്കുള്ള പ്ലേറ്റ് അല്ല, പാക്കുള്ള പ്ലേറ്റ് ആണ്. അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാ മതി. ഓക്കെ, അനക്കല്ലല്ലോ. എനിക്കും പപ്പയ്ക്കുള്ളതും കൂടിയാണ് ഞാൻ ഇടുന്നത്. അതായത് എങ്ങനെ ഇടാന്നാണ് മിൻസി ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. കൈക്കൽ എങ്ങനെയെന്നല്ല, കൈക്കൽ എങ്ങനെ ഞാൻ പറഞ്ഞില്ല. പിന്നെ അതെ ഫ്രണ്ട്സ്, രണ്ടെണ്ണം ഇട്ടോളൂ. ഒന്ന് എനിക്കൊന്ന് ഉപ്പച്ചിക്കും, ചെറുത് എനിക്ക് വലുത് ഉപ്പച്ചിക്കും. പിന്നെ നമ്മൾക്ക് രണ്ടാക്കും ഒരു കൊണ്ടാട്ടോ. പിന്നെ വേറെ ഒന്നുമില്ല. ഓ, അതൊക്കെ തിന്നോ? അപ്പച്ചിന്നല്ലേ? ഓക്കെ. തോരനുണ്ട്, രണ്ട് കൈയുടെ നല്ല ഇഷ്ടമാണ്. നമുക്ക് അതുകൂടാ. പിന്നെ ആണെങ്കിൽ നമുക്ക് 2 ഗ്ലാസ്സിൽ വെള്ളം വെച്ചിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ടൗണിൽ പോവാണ് ഫ്രണ്ട്സ്. നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എന്റെ ഷൂവിന് നോക്കിയൊക്കെ ഫ്രണ്ട്സ്, നല്ല കിടിലായിട്ട് ഇവിടെ ഒരു ഓട്ടയൊക്കെ വന്നപ്പോൾ ഇങ്ങനെ നമ്മൾ നടന്ന് ഏകദേശം ഇതിനിപ്പോ ഈ പ്രായം എന്ന് പറയുന്നത് ഏകദേശം 1 കൊല്ലമായിട്ട് ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. 1 കൊല്ലം ആയിട്ടില്ല, 8-10 മാസം ആയിട്ടുള്ളൂ. ആണോ? അവിടെ ഇവിടെ ഇടിച്ചതിന്റെ മുൻഭാഗമൊക്കെ ഞാൻ കളഞ്ഞ് നല്ല സെറ്റ് ആക്കി ഇവിടെയൊക്കെ ചൊരണ്ടി അങ്ങനെ എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇനി നമ്മുടെ സ്കൂൾ ഷൂ വാങ്ങാൻ പോവാണ് ഫ്രണ്ട്സ്. പിന്നെ വേറൊരു സ്ഥലത്ത് കൂടി പോവാണ്ട് എന്റെ കണ്ണിന് കുറച്ച് അലർജി ഉണ്ട് ഫ്രണ്ട്സ്, ഇങ്ങനെ പൊടി കേറിയിട്ട്. അപ്പൊ അതും കൂടി നമ്മളൊന്ന് ചെക്കപ്പ് ചെയ്യാൻ പോകുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പൊ നമുക്ക് അതും ചെയ്യണം. അപ്പൊ നമുക്ക് പോവാം. ഓക്കെ, എന്നാ പോവാം. നമ്മൾ ടൗണിൽ എത്താനായപ്പോ നമ്മളിവിടെ പുതിയ റോഡൊക്കെ ഉണ്ടാക്കി. റോഡല്ല ഫ്രണ്ട്സ്, ഇവിടെ കട്ടയൊക്കെ ഇട്ടത് അവിടെ വരെ കട്ടെടുത്ത് ഫ്രണ്ട്സ്. ഇത് 2-3 ദിവസം മുമ്പാണ് ഫ്രണ്ട്സ് ഇവിടെയൊക്കെ സെറ്റായി ഫ്രണ്ട്സ്. അപ്പൊ ഇതാ നമ്മൾ ഡോക്ടർക്ക് എത്തിയ ഫ്രണ്ട്സ്. ഇവിടെ ഞാൻ എൻ്റെ പേര് എഴുതുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇതാ ഫ്രണ്ട്സ് നമ്മുടെ പേര്, നമ്മൾ 5ാമത്തെ ഫ്രണ്ട്സ്. കണ്ടോ എൻ്റെ പേര് എഴുതിയ ഫ്രണ്ട്സ്. ഇനി നമുക്ക് ഇത് ഇവിടെ എങ്ങനെയായിരുന്നു വെച്ചിട്ട് ഇങ്ങനത്തെ നമുക്ക് വയ്ക്കാം. എന്നിട്ട് നമുക്ക് പോകാം ഫ്രണ്ട്സ്. 5:30 ഡോക്ടർ വരുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു 6 മണിയാകുമ്പോഴത്തേന് ഇവിടെ എത്താം ഫ്രണ്ട്സ്. ഇവിടെ ഒരു കുളം ഉണ്ട് ഫ്രണ്ട്സ്, ഞാൻ കാണിച്ചു തരാം. ഞാൻ അങ്ങോട്ട് പോയി നോക്കിയിട്ടില്ല ഫ്രണ്ട്സ്. ഇതിക്കിടെ പോയതാ അവിടെ ഫ്രണ്ട്സ് ഒരു കുഞ്ഞിക്കുളം ഉണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഇതാ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ്. നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 6 മണിയാകുമ്പോഴത്തേന് ഡോക്ടർ, 5:30 ആകുമ്പോഴത്തേന് ഡോക്ടർ എത്തും. പക്ഷേ അവർക്ക് എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ ലേറ്റ് ഒക്കെ ഫ്രണ്ട്സ് 6 മണിക്ക് അവിടെ എത്താൻ പറഞ്ഞു ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇനി ഷൂസ് വാങ്ങാൻ പോകണം, സ്കൂൾ ഷൂ. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ടാണ്. ബൈ. ഷൂ എടുക്കാൻ വന്നിട്ട് വേറെ ഷൂകൾ ട്രൈ ചെയ്യുന്ന നിമിഷം, സ്കൂൾ ഷൂ എടുക്കാൻ വന്നിട്ട് വേറെ ഷൂ ട്രൈ ചെയ്യുന്ന നിമിഷം.
ഇത് ഞാൻ പാടുകയുള്ളൂ. ആ ഇതിലൂടെ കവറുണ്ട്. ഇതിന് എത്ര അറിയപ്പാ? എത്ര ഉണ്ടാവും? 600 700 അത്രേ ഉള്ളൂ. അതിലൊക്കെ ഉള്ളു ഫ്രണ്ട്സ്. ഞാൻ 148 ഫ്രണ്ട്സ്, ഏകദേശം 1000 രൂപ. 1000 എത്തിയിട്ടില്ല. ഇതാ നമ്മൾ ഫ്രണ്ട്സ് ഈ ഒരു ബ്ലാക്ക് നല്ല ഭംഗിയില്ലപ്പാ. ഒരു സ്കൂൾ ഷൂക്ക് പിന്നെ പ്രത്യേകിച്ച് ഭംഗിയൊന്നുമില്ല. അപ്പൊ നമ്മൾ ഇതെടുത്തിരിക്കുന്നു. നമുക്ക് വേറെ എന്തെങ്കിലും ഇനി ഒന്നും നോക്കണ്ട, കഴിഞ്ഞു ഇതാ നമ്മളുടെ ഷോപ്പിന്റെ ആള് നമുക്ക് ഷോപ്പിൽ നിന്ന് ഒരു മുട്ടായി തന്നിട്ടുണ്ട്. മുട്ടായി അല്ല ഫ്രണ്ട്സ്, 3 മുട്ടായി തന്നിട്ടുണ്ട്. നമുക്ക് കഴിച്ചിട്ടുണ്ട്. ലിസ്റ്റ് ഫ്ലേവറാ ഫ്രണ്ട്സ്, എനിക്ക് ഇഷ്ടമാണ് കഴിൻ്റെ. ഇതാ നമ്മളിങ്ങനെ ഇറങ്ങുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഡോക്ടർ എന്ന് പറയുന്നത് ഡോക്ടർ ഹാറൂൺ ഡോക്ടർ ഫ്രണ്ട്സ്. ഇതാണ് നമ്മുടെ കുളം. നമ്മളിപ്പോൾ കാണിച്ചൊക്കെ വന്നു ഫ്രണ്ട്സ്. എനിക്കൊരു കുഞ്ഞ് അലർജിയാണ് ഫ്രണ്ട്സ്. ഇതാ നമ്മൾ ഇപ്പൊ എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് പോയി ഫ്രണ്ട്സ്, എന്റെ കണ്ണ് കാട്ടാൻ. പിന്നെ നമ്മൾ പുതിയ ഷൂസ് വാങ്ങിയ ഫ്രണ്ട്സ്, ഇപ്പൊ ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഫ്രണ്ട്സ്. ഇനി എനിക്ക് ട്യൂഷൻ ഉണ്ട് ഫ്രണ്ട്സ്. നമ്മുടെ ഇന്റർവെല്ലിന്റെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് എനിക്ക് ട്യൂഷൻ ഇപ്പോൾ തുടങ്ങും ഫ്രണ്ട്സ്. എനിക്ക് എല്ലാം സെറ്റ് ചെയ്യാൻ, എനിക്ക് ബുക്കൊക്കെ എടുത്ത് വെക്കാണ്ട്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം ഫ്രണ്ട്സ്. കമോൺ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഇന്റർവെല്ലിന്റെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ടീച്ചർ ഇപ്പോൾ ലൈനിലുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഇപ്പോൾ ക്ലാസ് കേൾക്കാം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് ടീച്ചർ. Okay then, so today we'll go with adjective. Have you heard of this word adjective? Yeah, I have heard of adjective. So these sentences, can you read it? Yeah, they live in a beautiful house. The soup is not edible. She wore a beautiful dress. He writes meaningless letters. നമുക്ക് ഏത് വേർഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ആ യൂസ് ചെയ്യുന്ന വേർഡ് ആയിരിക്കും ആ ഹൗസിനെ നമ്മൾ എങ്ങനെയാണ് ആ ഹൗസ് എന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നത്. I'll assign you with a homework. Okay, teacher. You should write 10 examples for each adverb and adjective. Both of them. Okay, teacher. 10 examples. Okay, For teacher. tomorrow. Okay, teacher. Okay, then tomorrow we will learn some more things, like some more grammar parts like this. Okay, teacher. Bye, teacher. Have a nice day. Yes, അപ്പോൾ നമ്മുടെ ക്ലാസ് കഴിഞ്ഞു. ഞാൻ നമ്മുടെ ഇന്റർവെല്ലിന്റെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഞാൻ ചേർന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം നമുക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം. പക്ഷെ ഒന്നും കൂടി കോൺഫിഡൻസ് ആയിട്ടും ഒന്നും കൂടി എന്താണ് ഫ്ലുവൻ്റ് ആയിട്ട് നമുക്ക് ഒരാളുടെ മുന്നിൽ നിന്ന് പറയുന്നത് എന്നുള്ളത് എനിക്ക് ഭയങ്കര വലിയൊരു ആഗ്രഹമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇന്റർവെല്ലിൽ പുതിയ ഒരു ക്ലാസ് നമ്മൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം നമ്മൾ ഈ യൂട്യൂബിൽ അങ്ങനെ വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ പോകുമ്പോൾ നമുക്ക് പ്രീ റെക്കോർഡായ ഈ ക്ലാസ് അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുമ്പോൾ കുറേ കുട്ടികൾ ഉണ്ടാവും. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സമയത്ത് കിട്ടിയാൽ നമുക്ക് ആവശ്യമുള്ള കാര്യം എനിക്ക് പറയുകയാണെങ്കിൽ എനിക്ക് ഷൂട്ടിംഗ് ഉണ്ട്, ക്ലാസ് ഉണ്ട്, അങ്ങനെ എല്ലാത്തിനും നമുക്ക് സൗകര്യപ്പെട്ട ഒരു സമയം കിട്ടില്ല. പക്ഷെ അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മുടെ ഇന്റർവെല്ലിൽ ഒരു പുതിയ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിലാണ് ജോയിൻ ചെയ്തിട്ടുള്ള. നല്ല ക്ലാസ് ആണ്. സത്യം പറഞ്ഞാൽ ഒരു ടീച്ചർ ഉണ്ടാവുക ഒരു കുട്ടിക്ക് നല്ലൊരു ഇതാണ്. കാരണം നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഒരു പേഴ്സണലൈസ് ചെയ്ത ഒരു ടീച്ചറാണ് നമുക്ക്. പിന്നെ നമുക്ക് ഒരു മടിയും വേണ്ട. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഈ ക്ലാസ് എടുക്കുക, ടീച്ചറിനോട് സംശയങ്ങൾ വെച്ച് അങ്ങനത്തേനൊന്നും ഒരു മടിയും വേണ്ട. കാരണം ആരെങ്കിലും കാണും, ആരെങ്കിലും കാരണം എന്നെ കളിയാക്കുക, അങ്ങനത്തെ ഒരു കാര്യം വേണ്ട ഫ്രണ്ട്സ്. പിന്നെ നിങ്ങൾക്കറിയാം ഞാൻ ഇവിടെ മാത്സിന്റെ ഒരു ക്ലാസ് ചേർന്നു. സത്യം പറഞ്ഞാൽ നല്ല റിസൾട്ട് ആയിരുന്നു. കാരണം എനിക്ക് കുറെ മാത്സ് ഇക്വേഷൻസ് ഒക്കെ സ്പീഡായിട്ട് നല്ല മനസ്സിലാക്കി. പിന്നെ ടീച്ചർ പറയുന്നു അപ്പൊ തന്നെ എനിക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലായിരുന്നു. അപ്പൊ അതിന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഈ ഒരു പുതിയ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് വന്നപ്പോൾ എനിക്ക് നല്ല ധൈര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അപ്പൊ തന്നെ അതിൽ കയറിയിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ്. പിന്നെ നമ്മുടെ ഈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അടിപൊളിയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എൻ്റെ മാത്സിന്റെ ടീച്ചർ പോലെ തന്നെ ഈ ടീച്ചറും നല്ല ഫ്രണ്ട്ലി ആണ് ഫ്രണ്ട്സ്. എല്ലാ ഡൗട്ട്സ് അങ്ങനെ എല്ലാതും എനിക്ക് ക്ലിയർ ചെയ്ത് തരും. സത്യം പറഞ്ഞാൽ നമ്മൾ ഓരോ പാഠഭാഗങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് അതിൽ കിട്ടാത്ത കാര്യങ്ങൾ, പിന്നെ നമുക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻസി, നമുക്ക് ഇംഗ്ലീഷൊക്കെ ഫ്ലുവൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവാൻ ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഫ്രണ്ട്സ് ഈ ഒരു ക്ലാസ്സിന്റെ വേറെ പ്രത്യേകത പറയുന്നത് നമുക്ക് എത്ര ഇംഗ്ലീഷ് അറിയാം, നമ്മൾ ബേസിക് ആണോ അതോ നമ്മുടെ ഇന്റർമീഡിയറ്റ് ആണോ നമ്മൾ അഡ്വാൻസ്ഡ് ആണോ എന്ന് അവർ ചെക്ക് ചെയ്യും. അതിന് ഭാഗമായിട്ടാണ് അവർ നമുക്ക് ഇംഗ്ലീഷ് കാര്യങ്ങൾക്കൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരിക. ഫ്രണ്ട്സ് ഇവിടെ കയറേണ്ട ലിങ്ക് പിന്നെ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെക്ക് ഔട്ട് ചെയ്യാം ഫ്രണ്ട്സ്. ഇതാ നമ്മുടെ
നമ്മുടെ ഓൺലൈൻ ക്ലാസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഫ്രണ്ട്സ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പൊ കുറെ നേരം TV കണ്ടു, പിന്നെ കുറച്ച് ഞാൻ ഫോണിലൊക്കെ കളിച്ച്. ഇപ്പൊ സമയം രാത്രിയായി ഫ്രണ്ട്സ്. ഇനി നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകണം ഫ്രണ്ട്സ്. നമ്മൾ ഇവിടെ നല്ല ഭക്ഷണം കഴിക്കുന്നത്, നമ്മൾ പുറത്തേക്ക് പോവാ ഫ്രണ്ട്സ്. നമുക്ക് പുറത്ത് പോയിട്ട് ഭക്ഷണത്തിന്റെ അവിടെ നിന്ന് വെച്ച് കാണും ഫ്രണ്ട്സ്. അപ്പൊ ഇതാണ് നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞു ഫ്രണ്ട്സ്. അപ്പൊ നമ്മൾക്ക് രാത്രിയാകുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി. വീടിന്റെ പുറത്തേക്ക് അങ്ങനെ പുറത്തേക്കല്ല ഫ്രണ്ട്സ്, നമ്മൾ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി വണ്ടി കയറി ഒരു സ്ഥലത്തെത്തി ഫ്രണ്ട്സ്. ഇവിടെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയാണ് ഫ്രണ്ട്സ്. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് ലോഡ് ഫ്രൈസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്താണ് ആദ്യമായിട്ട് ലോഡ് ഫ്രൈസ് നോക്കുക, പിന്നെ മൊത്തം ലോഡ് ഫ്രൈസ് ഫ്രണ്ട്സ്. ഇപ്പൊ ലോഡ് ഫ്രൈസ് ഇല്ലാതെ എങ്ങോട്ടും പോയില്ല ഫ്രണ്ട്സ്. പിന്നെ നമ്മൾ ഫലൂദ വാങ്ങി. പപ്പയല്ലേ ഫ്രണ്ട്സ്, പപ്പ ഫലൂദ വാങ്ങി ഫ്രണ്ട്സ്. ഡയറ്റ് നോട്ട് വേറെ എന്തെങ്കിലും എങ്ങനെ വാങ്ങണമെങ്കിൽ നമ്മൾ വീണ്ടും ഓർഡർ ചെയ്യുന്നതാണ്. അപ്പൊ ആദ്യം നമുക്ക് ഇത് കഴിച്ച് തീർക്കാം. അതിന് നമുക്ക് മുന്നേ ഇത് ഇങ്ങോട്ട് വരണം. ഇതാ നമ്മുടെ ഫലൂദ വന്നിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇത് റോയൽ ഫലൂദ ഡ്രൈ ഫ്രൂട്ട് ആണ് ഫ്രണ്ട്സ്. മൊത്തം ഡ്രൈ ഫ്രൂട്ട് ആണ്. പിന്നെ ഞാൻ ആലോചിക്കുന്നത് എന്തൊരു വലുതാ ഫ്രണ്ട്സ്. അതിന് വേണ്ട സ്പൂൺ തന്നെ അവർ തന്നിട്ടുണ്ട് ഫ്രണ്ട്സ്. വലിയൊരു സ്പൂൺ നമ്മുടെ. അപ്പൊ നമുക്ക് കഴിച്ചൊക്കെ ഫ്രണ്ട്സ്. മുന്നിൽ കിരിയാണ്, കിരി ഐസ്ക്രീം വന്നു തോന്നുന്നത്. ഇതെങ്ങനെ ഫ്രണ്ട്സ്? ഓ മൈ ഗോഡ് ഫ്രണ്ട്സ്. അപ്പൊ ഇതാ ഞാൻ നിന്നു ഫ്രണ്ട്സ്. അല്ലാതെ എനിക്കൊരു വഴിയില്ല ഫ്രണ്ട്സ്. അത്ര വലുതാണ്. ഞാൻ നിൽക്കാതെ ഒന്നും നടക്കൂല. നമ്മൾ കുത്തുകയാണ്. നമ്മൾ സ്പൂണ് മൊത്തം ഉള്ളിൽ കിട്ടും ഫ്രണ്ട്സ്. ഇനി നമുക്ക് മെല്ലേതാ ഇങ്ങനെയും കൂടി നമുക്ക് ഉള്ളിലേക്ക് എടുക്കാം. എന്നിട്ട് നമ്മൾ ഒരു സ്പൂൺ എടുക്കുന്നു. നമ്മൾ ഒരു സ്പൂൺ എടുക്കുന്നു. അങ്ങനെ നമ്മൾ കഴിച്ചു നോക്കുന്നു. അതില് വേറെ ഐസ്ക്രീം ഉള്ള നിമിഷ എനിക്ക് മനസ്സിലാക്കണേ. എന്നാലും കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. കാരണം ഉള്ളിക്കൊന്നും എത്തിയില്ല. ഇത് ഉള്ളിൽ കാക്കണെങ്കിൽ ഇങ്ങനെ ഒരു മണിക്കൂർ എടുക്കും. കൊത്തി കിടക്കുന്നു. പപ്പ പ്രൊഫഷണലാണ്ട് പിന്നെ കുഴപ്പമില്ല. നമ്മൾ അടുത്ത ആളെത്തി മൊത്തം നമുക്ക് ഇത് മാത്രം മതി. ഞാൻ വെറുതെ നമ്മളെല്ലാരും കൂടി ഷെയർ ചെയ്തല്ലേ. അപ്പൊ ആദ്യം ഞാൻ ടേസ്റ്റ് ആവുന്നില്ലേ. ഇതാ നമ്മൾ ലോഡ് ഫ്രൈസ് നമ്മൾ ട്രൈ ചെയ്തൊക്കെ പോകുന്നില്ലേ. ഓ മൈ ഗോഡ് ഫ്രണ്ട്സ്, ഇത് എന്താണ് ട്രൈ ചെയ്തൊക്കെ. അയ്യോ ഫ്രൈസിന് കിട്ടുന്നില്ല. ഓ മൈ ഗോഡ്. ഫസ്റ്റ് നിങ്ങൾക്ക് ഫ്രണ്ട്സ്. ഇനി ഞാൻ തിന്നു. പോയി എന്ത് ടേസ്റ്റ് ഫ്രണ്ട്സ്. ലോഡ് ഫ്രൈസിന് പിന്നെ എന്താണ് എത്ര ടേസ്റ്റ് ഉണ്ട് ഞാൻ തിന്നു ഫ്രണ്ട്സ്. എനിക്ക് അത്ര ഇഷ്ടമുള്ള സാധനമാണ്. എല്ലാരും നിന്നോളി. Come on, let's do it. മമ്മി തുടങ്ങി. പപ്പ ഇതാണ് നമ്മുടെ അടുത്ത സാധനം ഇട്ടിട്ടുണ്ട്. ഇതാണ് ചോക്കോ ചിക്കോ ഫ്രണ്ട്സ്. ഇതിന്റെ പേരൊന്നും എനിക്ക് മനസ്സിലായി. ഇത് നമ്മൾ ഇഷാൻ കോഡ്. ഇത് ഞാൻ അതിനെ ട്രൈ ചെയ്തു. ഇല്ല ഫ്രണ്ട്സ്, ആദ്യം നമ്മൾ പാവല്ലേ. ഇപ്രാവശ്യം ഞാൻ മാത്രം ഞാൻ ക്ഷമിച്ചെടുക്കുന്നു. ഞാൻ വെറുതെ ഞാൻ കുറച്ചെടുക്കുന്നു. ഞാൻ കഴിച്ചു നോക്കുന്നു. വേറെന്തോ ടേസ്റ്റ്. ചോക്ലേറ്റിന്റെ അത്ര ടേസ്റ്റ് ഇല്ല. ഇത് എന്തൊക്കെ മനസ്സിലായി. ഇത് ചിക്കു ആണോ? ചോക്ലേറ്റും ചിക്കും. അങ്ങനെ ഇപ്പഴാ മനസ്സിലായത്. ഞാൻ കഴിച്ചിട്ട് കാണാം. ഇവിടെ മിൻഷ ലോഡ് ഫ്രൈസ് ഫുള്ള് ഒറ്റക്ക് നിന്നു. പോലും കൊടുത്തിട്ടില്ല. വെറുതെ പറയാം ഫ്രണ്ട്സ്. എല്ലാരും കൂടി കഴിച്ചിട്ട് എന്നെ സാക്ഷി എന്നെ പ്രതിയാക്കി ഫ്രണ്ട്സ്. ഞാൻ വെച്ചത് മുണ്ടൂല. ഈ കള്ളത്തിയാ. ഞാൻ കുണ്ടാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ്. അതെ ഫ്രണ്ട്സ്. എനിക്കും ഉമ്മച്ചിക്ക് മാത്രമല്ല, എനിക്ക് ഉമ്മച്ചിക്ക് ഇഷാൻക്ക് പിന്നെ കാക്കും പിന്നെ ഇപ്പച്ചിക്ക് അത്ര ഇഷ്ടമല്ലല്ലോ ഫ്രണ്ട്സ്. ഇപ്പച്ചി അത്ര ഫ്രണ്ട്സ് കാക്കയാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. മമ്മി ടോക്ക് ചെയ്യാൻ തുടങ്ങി ഫ്രണ്ട്സ്. അപ്പോൾ അത്രേ ഉള്ളൂ ഫ്രണ്ട്സ്. ബാക്കി മമ്മിയാണ് ഫ്രണ്ട്സ് ഒന്നും. ബാക്കിയുള്ള എന്തായാലും പറയാ ഫലൂദ. ബാക്കി ഇത് ഒരാൾ ഇവിടെ കുടിച്ചിരിക്കുന്നു ഫ്രണ്ട്സ്. ഇങ്ങതാ ഞാൻ വലിയ സ്പൂൺ വെച്ചിട്ട് കാക്കി തലയ്ക്കിടും. ഞാൻ ഇങ്ങനെ എടുത്ത് തരാം. ഞാൻ ഇങ്ങനെ എടുത്ത് ഞാനിങ്ങനെ എടുത്തുണ്ടാവും.
വേറെ ഫ്രണ്ട്സ് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ലാതെ ആ വീഡിയോ കട്ട് ചെയ്താ പിന്നെ പിന്നെ തുടങ്ങും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം അത്രേ ഉള്ളൂ. ബൈ ഫ്രണ്ട്സ്. സത്യം പറഞ്ഞാൽ ഇത് ഇത്രയും വലുതായിരുന്നു ഫ്രണ്ട്സ്. ഏകദേശം എൻ്റെ വെപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഇങ്ങനെ എണ്ണീച്ചിട്ട് ഫ്രണ്ട്സ് ഞാൻ തോന്നുന്നു കണ്ടാവും. കുഴപ്പമില്ല ഫ്രണ്ട്സ്. അപ്പം ഇതായിരുന്നു നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞ. എങ്ങനെയുണ്ട് ഫ്രണ്ട്സ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഇതേപോലത്തെ ഡേ ഇൻ മൈ ലൈഫ് വേറൊക്കെ വേണമെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ വീഡിയോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് വീണ്ടും പിന്നെ കമന്റ് ചെയ്യണം. പിന്നെ എന്റെയും കാക്കാന്റെയും ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. വീണ്ടും ഒരു കിടക്കാച്ചി